കുഞ്ഞുണ്ണികളെ എപ്പോഴും മുഖത്തൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് മാന്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ കണ്ണിലൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാവുന്നത് അവരുടെ കണ്ണിലേക്ക് അല്പം മുലപ്പാൽ തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. മുഖം കൊണ്ടൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തും പോകട്ടെ, പീളകെട്ടലൊക്കെ മാറി കിട്ടുന്നതാണ്. ഷോക്സ് ഇടിച്ചാൽ മതിയാവും, പക്ഷെ എപ്പോഴും ഷോക്സ് ഇടിക്കാൻ പറ്റില്ല. അമ്മമാർക്ക് പാല് കുറവാണെങ്കിലേ ഡെയിലി നല്ല പോലെ എള്ള് കഴിച്ചാൽ മതിയാവട്ടെ. എള്ള് കഴിച്ചാൽ ധാരാളം പാലുണ്ടാവും. മുലപ്പാൽ തേച്ച് കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ സ്കിന്നിന് നല്ലതാണ്. സ്കിന്നിലുണ്ടാകുന്ന മണൽ വാരിയിടൽ എന്നുള്ള അസുഖമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ കാലുമ്മ തുടങ്ങിയാണ് ഞാൻ പാല് തേപ്പിക്കുക. അത് കഴിഞ്ഞ് ശരീരം മൊത്തം അത് തേച്ച് കൊടുക്കും. ഒരു 15 മിനിറ്റ് ഉണ്ണിനെ ഈ മുലപ്പാല് തേച്ച് കെടുത്തും. അപ്പം തലയിലും നമ്മൾ ഈ ഒരു പാല് തന്നെയാണ് തേക്കാറ്. 28 ദിവസം ഇത് തന്നെയാണ്, വേറെ ഓയിലുകളൊന്നും തേക്കാറില്ല. സ്കിന്നിന് പ്രതിരോധ ശേഷി കിട്ടാനാണ് കേട്ടാ ഇങ്ങനെ ചെയ്യണത്. അതുപോലെ ഉണ്ണിവാവകൾ പാല് കുടിക്കുമ്പോൾ സിരസി പോവില്ലേ, അതിന് നെറുകയിലൊന്നും ഊതി കൊടുത്താൽ മതിയാവും കേട്ടോ. മൂക്കിൽ കൂടെ വരവൊക്കെ നിൽക്കും. അതുപോലെ നാൽപ്പാമരാതി പൊടിയിട്ട് തിളപ്പിച്ച് വെള്ളം ആറിയിട്ടാണ് ഉണ്ണിനെ കുളിപ്പിച്ചിരുന്നത്. മൊരിയും ചുണങ്ങൊന്നും ഇല്ലാണ്ട് ഇരിക്കാനാണ് നമ്മൾ ഈ നാൽപ്പാമരാതി വെള്ളത്തിൽ കുളിപ്പിക്കുന്നത്. നാൽപ്പാമരാതി നമുക്ക് എല്ലാ ആയുർവേദ കടകളിലും വാങ്ങാൻ കിട്ടും. കുഞ്ഞാവകളുടെ കാലുമ്മ ആദ്യം ഒന്ന് വെള്ളമൊഴിച്ച് നനച്ചിട്ട് വേണം മേല് വെള്ളമൊഴിക്കാനായിട്ട്. അപ്പം മലത്തി പിടിച്ച് നമ്മൾ വെള്ളമൊഴിക്കാൻ എന്നിട്ട് സോപ്പ് വയ്ക്കണം. അപ്പോൾ അവന് പാലൊക്കെ തേച്ച് ഒരു 15 മിനിറ്റ് ഉറങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ കുളിപ്പിക്കാൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവന് നല്ല ഉറക്കക്ഷീണമുണ്ട്. ഇനി നമ്മൾ കമത്തി പിടിച്ചിട്ട് വേണം മേലൊക്കെ തേച്ച് തല നനയ്ക്കാനായിട്ട്. മലത്തി പിടിച്ച് തല നനച്ചിട്ടുണ്ടെങ്കിൽ മൂക്കിലൊക്കെ വെള്ളം പോകും. അപ്പോൾ ഇങ്ങനെ കമത്തി പിടിച്ചിട്ട് നമ്മൾ തല നനച്ച് കൊടുക്കണം. ഇതേപോലെ പയറുപൊടിയോ സോപ്പോ എന്തായാലും തലയിൽ തേച്ച് നമ്മൾ വെള്ളം ഒഴിക്കില്ലേ, വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും കൈ മൂക്കിൻ്റെ അവിടേക്ക് കൊണ്ടുപോകണം. എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് ശ്വാസം കിട്ടില്ല. അപ്പം എപ്പോഴും മൂക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ. തല കുളിപ്പിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് മൂക്ക് പിഴിഞ്ഞിട്ട് വേണം തലയിൽ വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പം ഇതേപോലെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുവാവകൾക്ക് വേറെ അസുഖങ്ങളൊന്നും വരില്ല കേട്ടോ. ചുമക്കുകയോ ഒന്നും ചെയ്യില്ല. കുഞ്ഞുണ്ണിയുടെ ശരീരത്തിൽ സോപ്പ കടലപ്പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലോണം പോകാനായിട്ട് ഇതേപോലെ ഒരു ബേസൻ മേടിച്ചിട്ട് അതിലും നാൽപ്പാമരാതി വെള്ളം തന്നെയാണ്. എന്നിട്ട് നല്ല പോലെ ആ വെള്ളത്തിൽ കുളിപ്പിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം കമത്തി പിടിച്ചിട്ട് ഇങ്ങനെ തലയിൽ വെള്ളം ഒഴിച്ച് മൂക്കൊക്കെ പിഴിഞ്ഞ് മേലൊക്കെ വെള്ളം ഒഴിച്ച് സോപ്പൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ മലത്തി പിടിച്ച് കുറച്ച് നേരം തലയൊക്കെ പൊക്കി പിടിച്ചിട്ട് ആ വെള്ളത്തിൽ എടുത്തുട്ടാ. തല പൊക്കി പിടിച്ച് അതിൽ കെടുക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കമത്തി പിടിച്ച് ഉണ്ണിവാവന്റെ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നെറുകയിലൊന്ന് ഊതി കൊടുക്കണം കേട്ടോ. അതെന്തൊക്കെയെന്ന് വീഡിയോ കട്ടായി പോയി. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കമത്തി പിടിച്ച് ഒരു തോർത്തുണി ഇട്ടിട്ട് നമ്മൾ എവിടെയാണോ ഉണ്ണിവാവനെ കെടുത്തുന്നത് അവിടെ കൊണ്ടുപോയി കെടുത്തിന്നിട്ട് ഇതേപോലെ മേലൊക്കെ നല്ല പോലെ തുടച്ചു കൊടുക്കണം കേട്ടോ. അപ്പം എല്ലാ ജോയിന്റുകളും, അതായത് ചെവിയുടെ പിന്നിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം ചെവിയുടെ പിന്നിലൊക്കെ നല്ലവണ്ണം തുടച്ച് കണ്ണൊക്കെ നല്ല പോലെ തുടച്ച് കഴുത്തിലൊക്കെ ഇങ്ങനെ മടങ്ങിയിരിക്കുകയായിരിക്കുമല്ലോ. അപ്പം ആ കഴുത്തൊക്കെ നല്ലോണം തുടച്ച് കൈയൊക്കെ അകത്തി പിടിച്ച് തുടച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ തൊലി പോവും, ചോന്ന് കെടുക്കും. അപ്പം നമ്മൾ പൗഡർ ഇടിക്കാറില്ല കേട്ടോ ഉണ്ണിയാവനെ. ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കാറുള്ളൂ. പൗഡർ 28-ന് കണ്ണൊക്കെ ഇടിക്കുമ്പോൾ കൺമഷി ഉള്ളവർക്ക് മാത്രം പൗഡർ ഇടിക്കാറുള്ളൂ. ഇതുവരെയും പൗഡർ ഒന്നും ഇടിച്ചിട്ടില്ല ഉണ്ണീനെ. ഇനി നമ്മൾ പറഞ്ഞു തരുന്നത് ഉണ്ണിവാവകൾക്ക് കോൾഡിൻ്റെ ഒക്കെ ഒന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടാ. പനിക്കൂർക്കയുടെ ഇലയുണ്ടല്ലോ, നെറുകയിലൊന്ന് പതിപ്പിച്ചു കൊടുക്കുക, നെഗിളയിലൊന്ന് പതിപ്പിച്ചു കൊടുക്കുക, കിടക്കുന്നിടത്ത് ഒരു 5-6 എണ്ണം ഇടുക. അപ്പം കോൾഡൊന്നും വരില്ല കേട്ടോ ഉണ്ണിക്ക്. ഉണ്ണിവാവകൾക്ക് ചെയ്യാവുന്ന ഈ അറിവുകൾ പങ്കുവെച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എന്തിനെങ്കിലും ചട്ടിയിരുന്നേ. ഓ നല്ല രച്ചുണ്ടാ.